ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നു. വായനയുടെ ലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ ശ്രീ പുതുവായ നാരായണ പട്കരുടെ PN പട്കരുടെ ഓർമ്മ ദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1996 മുതലാണ് നാം വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. സാങ്കേതിക വിദ്യ ഇത്രയും അധികം വികസിച്ച ഈ കാലഘട്ടത്തിൽ വായനയുടെ പ്രാധാന്യം നാം ബോധപൂർവം മറന്നുപോകുന്നു. വായിക്കാൻ സമയമില്ലെന്ന് പരാതി പറയുന്ന നമ്മൾ ഓൺലൈൻ ഗെയിമുകളിലും സമൂഹ മാധ്യമങ്ങളിലും സമയം ചെലവഴിക്കുന്നു. അറിവിന് വേണ്ടി പുസ്തകങ്ങളെയും വായനശാലകളെ മാത്രം ആശ്രയിക്കേണ്ടി വന്നിരുന്ന പഴയ കാലത്ത് വിവേകവും മൂല്യബോധവും ഉള്ള തലമുറ ഇവിടെ ജീവിച്ചിരുന്നു. അവർ നാടിന് സമ്പത്തായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അറിയേണ്ടതെല്ലാം ഒരു വിരൽത്തുമ്പിൽ ലഭിക്കുമ്പോൾ പുസ്തകങ്ങളോട് ചങ്ങാത്തം നമുക്ക് നഷ്ടമായി പോകുന്നു. വായന എന്നത് ഒരനുഭവമാണ്. ദേശങ്ങൾക്കപ്പുറവും ഭാഷകൾക്കപ്പുറവും സഞ്ചരിക്കാൻ വായന നമ്മെ സഹായിക്കുന്നു. നാം മുൻപോയി സന്ദർഭില്ലാത്ത ചിന്തകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നാം കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണാനും വായന നമ്മെ സഹായിക്കുന്നു. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഞാൻ ആദ്യമായി വായിച്ചു തുടങ്ങിയ പുസ്തകമാണ് വായനക്കരുവ. ശ്രീ ദേവദാസ് ചെറുകഥയിലെ ഈ പുസ്തകം കാട്ടിലെ ജീവജാലങ്ങളുടെ മനോഹരമായ ഒരു വിവരണമാണ്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഞാൻ കാട്ടുപഴങ്ങൾ കഴിച്ച് കാട്ടുചോലയിലെ വെള്ളം കുടിച്ച് കാട്ടുവള്ളങ്ങൾ ഊഞ്ഞാലാടി തിരികെ നാട്ടിലെത്തിയ ഒരു അനുഭവമാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. അതെ, വായന എന്നത് മനോഹരമായ ഒരു അനുഭവമാണ്. വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് മാത്രം ഒരാൾ നല്ല വ്യക്തി ആകാൻ. ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന പല തട്ടിപ്പുകളുടെയും കൊലപാതകങ്ങളുടെയും പ്രതികൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. അതിനാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വിവേകമുള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. അറിവും വിവേകവും നേടാൻ വായന നമ്മെ സഹായിക്കുന്നു. അതിനാൽ വായന നമുക്ക് ശീലമാക്കാം. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല പുസ്തകങ്ങൾ സമ്മാനമായി കൊടുക്കാം. നാം വായനയിലൂടെ നേടുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. എല്ലാവർക്കും വായനയെ ശീലമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വായനയെ പറ്റി നമ്മെ പ്രബുദ്ധരാക്കിയ മിയാമിക്ക് ഏവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ. അടുത്തത്